എറണാകുളത്ത് പുതിയതായിട്ട് പണിത മാർക്കറ്റ് കോംപ്ലക്സ്, അതിൻ്റെ ഇന്നത്തെ ഒരവസ്ഥയത്. കടകൾ പണിത് വെച്ചാണുണ്ടോ, അടിപൊളി. ഇതിൻ്റെ എൻജിനീയറെ കണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ നല്ലൊരു കമർക്കട്ടും മേടിച്ചു കൊടുക്കാറുണ്ട്. നോക്ക്, എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒരു ലൈക്ക് അടിച്ചത്. ഇതാണ് കോംപ്ലക്സ്. പിന്നെ നമ്മുടെ മുകളിലെ നിലയിൽ ഒരു ഇക്കായിരുന്ന ഇതേ ഉണക്കമീനായിട്ടിരിപ്പുണ്ട്. ആ മൊബൈലിൽ നോക്കിയിരിപ്പുണ്ട്. ഉറക്കം വേണ്ടോക്കാ? ഇല്ലയെന്ന്, കുഴപ്പമില്ല. ആളില്ലാന്ന് പറയണേ. അതെ, ഇതാണ് ഉണക്കമീൻ കട. അതെ, പിന്നെ അവിടെ ഒരു പയ്യൻ അവിടെ മൊബൈൽ നോക്കിയിരിപ്പുണ്ട്. 2 ഉണക്കമീൻ കട, പിന്നെ ഇതിൻ്റെ അകത്തൊരു ചിക്കൻ കട. ഇതൊക്കെയാണ് ഉള്ളത്. ആൾക്കാർ ഉണക്കമീൻ മേടിക്കാൻ 2ാം നിലയുടെ മുകളിലേക്ക് വരാമല്ലേ. ഇതാണ് ഈ കോംപ്ലക്സിൻ്റെ ഒരവസ്ഥ. എങ്ങനെയുണ്ട്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത് അവർ തന്നെ പറഞ്ഞു, ഇത് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരും ഈ കോംപ്ലക്സ് കാണാൻ, ഇവിടുത്തെ വ്യാപാരങ്ങൾ കാണാൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ജയിൽ പോലെ കോഴിക്കടയിലേക്ക് എന്നിട്ട് ഓടിക്കളഞ്ഞു. അത്രക്കും മണ. അടിപൊളി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ്. ഇത് ദുബായ്ക്കാർ കണ്ടില്ലായിരിക്കുമോ? ആ ദുബായിലെ ഷെയ്ക്കിനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് അവസ്ഥ. ആ പാവപ്പെട്ടവൻ അവിടെ ഇരുന്ന് പുള്ളി പറഞ്ഞു ഉറക്കം വന്നോന്ന്. ഇങ്ങനെയാണ് കോംപ്ലക്സും. ഇനിയുണ്ട്. കണ്ടോ, ഇത് വേറൊരു പോർഷനാണ്. മൊത്തം പച്ചക്കറിയും പഴവും. മേടിക്കാൻ ആളില്ലാന്നുള്ളൂ. 2-3 ആൾക്കാർ അതിലേ നടപ്പുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. വാഴയില വരെ ഉണ്ട് കേട്ടോ. വാങ്ങാൻ ആളില്ല. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരവസ്ഥ. നോക്ക്, ഇഷ്ടംപോലെ മുറിൻ്റെ അകത്തേക്കൂടെ ഒക്കെ പണിതിട്ടുണ്ട്. ആർക്കെങ്കിലും മുറി ആവശ്യമുള്ളവർ പോരെ. ഇതാണ് അവസ്ഥ. പുതിയ കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് കാണാനാണ് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത്. വിദേശത്തുനിന്ന് ഈ വ്യാപാരം കാണാൻ. എങ്ങനെയുണ്ട്? 4 നിലയുണ്ട്. പാങ്ക് കൊടുത്തു. ഈ പള്ളി പോയിട്ട് വരട്ടെ.